നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നല്ല അടിപൊളി ഒരു ഹെയർ ടിപ്സ് ഉണ്ട് കേട്ടോ. ഹെയർ ടിപ്സ് എന്ന് പറഞ്ഞാൽ മുടി വളർച്ചയ്ക്കുള്ളതാണ്. അപ്പം ഇതൊക്കെ നാട്ടുപുറങ്ങളിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ വലിയ പൈസ ചിലവൊന്നുമില്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതെന്നാന്നുള്ള വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മുടി വളർച്ച തന്നെയാണ് കേട്ടോ. അത് നമുക്ക് വീഡിയോയിലൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മുടി. അപ്പോൾ എന്നോട് ഈ ഇടയ്ക്ക് ആരായിരുന്നു എന്ന് ഞാൻ പേര് വിട്ടുപോയിട്ടോ, ക്ഷമിക്കണേ. കാച്ചെണ്ണ തേച്ച് എണ്ണ കാച്ചി ഈ എണ്ണ കാച്ചുന്നതിനൊക്കെ ഒരു കണക്കുണ്ട് കേട്ടോ. എനിക്കറിയില്ല കേട്ടോ എണ്ണ കാച്ചാനായിട്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറകെ വലിയ മെനക്കെടാറില്ല. എണ്ണ കാച്ചാനായിട്ട് എനിക്ക് വലിയ വശമില്ല. എണ്ണ കാച്ചുന്നതിനൊക്കെ ഒരു മൂപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഓരോ പച്ചിലൊക്കെ ഇട്ട് കണ്ടമാനം എണ്ണ മൂത്ത് പോയാൽ നമ്മുടെ മുടി മുഴുവനും പൊഴിഞ്ഞു പോവുകയും ചെയ്യും. മുടി പെട്ടെന്ന് നരയ്ക്കുകയും ചെയ്യും. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ കാച്ചെണ്ണ. അതിനെ ഒരു കറക്റ്റ് കണക്കിലൊക്കെ വേണം നമ്മൾ കാച്ചി തേക്കാണ്ട്. ഇന്നാൾ കുറേ നാളായിട്ട് ഏച്ചൊക്കെ കുഞ്ഞാൻ സമയത്ത് അങ്ങനെയാണ് എൻ്റെ മുടി ആദ്യം നരച്ച് തുടങ്ങിയത്. എനിക്കിങ്ങനെ മുടി വളരാനാന്നും പറഞ്ഞിട്ട് ഒരു ചേച്ചി എനിക്ക് എണ്ണ കാച്ചുന്നിടത്തുനിന്ന് മേടിച്ചിട്ടുണ്ടെന്ന്. അതും ഒരു ഇച്ചിരിയൊന്നും അല്ലെന്നേ, 1 കിലോ എണ്ണ മേടിച്ച് ഞാൻ മുടി വളരാനെന്നും പറഞ്ഞിട്ട്. അവർ പറഞ്ഞു അവരുടെ മൂക്ക് തേച്ച് നല്ല റിസൾട്ടൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നു. ഞാൻ എണ്ണ തേച്ച് മുടി ശരിക്കും പൊഴിയുകയും ചെയ്തു. അതുപോലെ തന്നെ മുടി പെട്ടെന്ന് നരയ്ക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു എന്നാന്നറിയത്തില്ല മുടി പെട്ടെന്ന് നരയ്ക്കുമെന്ന്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറയണേ, യോ മോളെ പറയണമെന്ന് വിചാരിച്ചത് എൻ്റെ പിള്ളേരുടെയും തലമുടി നരച്ചു, അതാ എണ്ണയുടെ കുഴപ്പമാണ്. അന്നേരത്തേക്ക് 1 മാസത്തോളമായി തേക്കിട്ട്. അന്ന് തൊട്ട് നല്ല ലോറൊന്നും ചെയ്യുമായിരുന്നു ഞാൻ മുടി നരയ്ക്കുന്നതിന്. അപ്പം അതുകൊണ്ട് ഇന്ന് അതിന് എങ്ങനെ മുടി പൊഴിഞ്ഞു പോയതിൻ്റെ കാര്യം പറഞ്ഞാണേ. അപ്പോൾ അത് പറഞ്ഞു വന്നുകൊണ്ട് കേട്ടോ ഇത് പറഞ്ഞത്. മുടി പൊഴിഞ്ഞു പോയി, ഒത്തിരി മുടിയൊക്കെ പൊഴിഞ്ഞു പോയി. അതിന് എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതിനൊക്കെ ഏറ്റവും നല്ലൊരു ടിപ്സാണ് ഇന്ന് ചെയ്യുന്നത്. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, ഒറ്റയൊരു ഇല മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ പറമ്പിലും കയ്യാലയിലും ഒക്കെ കിട്ടുന്ന ഒരു ഇലയാണ് കേട്ടോ. ഇതൊക്കെ എനിക്കൊന്ന് ഞാൻ നേരത്തെ മുതൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇലയുടെ ഗുണങ്ങളൊക്കെ. അപ്പം ഞങ്ങളത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് തലയിൽ. അപ്പോൾ ഇതൊന്നും സൈഡ് എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് മുരിങ്ങയില അങ്ങനെയുള്ളതെല്ലാം നമുക്ക് തലയിൽ തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതെന്നാന്നുള്ളത് വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. തല തേക്കാൻ തന്നെ തലയ്ക്ക് നല്ലൊരു തണുപ്പ്, നല്ലൊരു സുഖമൊക്കെയാണ്. അപ്പോൾ ജലദോഷമൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അല്ലാത്തവർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. താരം പോകാനും മുടി പൊഴിച്ചു മാറാനും മുടി വളർച്ചയ്ക്കും എല്ലാത്തിനും ഗുണം ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് കുറച്ച് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം, കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാര്യം വേറെ കുറേ ജോലിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നാളെ ഞങ്ങളുടെ അമ്പലത്തിലെ പൊങ്കാലയാണ്. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറു തിരക്കാണ്. അപ്പം അതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞൊരു വീഡിയോ കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ എനിക്ക് കഴിഞ്ഞ ദിവസത്തെ ഞാൻ മുടി കറക്കുന്നതിൻ്റെ എണ്ണയുടെ ഇട്ടതിന് എനിക്ക് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. അതിനകത്ത് എനിക്ക് റിസൾട്ട് കിട്ടിയവരെല്ലാം വന്ന് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ മുഖത്തെ രോമം കളയുന്നതിൻ്റെ ഒരു വീഡിയോയും ഞാൻ ചെയ്തായിരുന്നു. അതിനകത്ത് റിസൾട്ട് കിട്ടിയവരൊക്കെ ഒന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് സപ്പോർട്ട് ചെയ്യുന്നതിന്. വീണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ വിശേഷങ്ങളും ടിപ്സും കാര്യങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം ബാക്കി വിശേഷങ്ങളെ. 2 ദിവസമായിക്കൊണ്ട് നല്ല മഴയാണ് കേട്ടോ. ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര മഴ. രാവിലെ തൊട്ടൊരു ഉച്ച വരെ ഒരു 2-3 മണി വരെയൊക്കെ നല്ല വെയിലാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ട് കാറ്റൊക്കെ വന്ന് ഭയങ്കര മഴയാണ്. അതുകൊണ്ട് പച്ചക്കറിയും കൃഷിയൊക്കെ നല്ല സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ രാവിലെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ രാവിലെ എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ ചെടിയും കാര്യങ്ങളും എല്ലാം ഒന്ന് നോക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ മാവെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതൊന്ന് പൂത്തേച്ച് മാങ്ങയൊക്കെ ഉണ്ടായി കഴിഞ്ഞേച്ച് വീണ്ടും ഒന്നും കൂടെ പൂക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ മഴ പെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മുഴുവനും മാമ്പ് മുഴുവനും പൊഴിഞ്ഞു പോകും. അപ്പം അതിനുള്ള മഴയാണ് ഈ പെയ്യുന്നതൊക്കെ. അപ്പം എല്ലായിടത്തും മാങ്ങ തീർന്നു കഴിയുമ്പോഴുണ്ടല്ലോ നമ്മുടെ മാവിൽ നമുക്ക് 2-3 മാങ്ങയൊക്കെ വെച്ച് നമുക്കിങ്ങനെ കിട്ടുമേ. അപ്പം മാവ് എല്ലാം ഇങ്ങനെ പൂത്ത് ഒക്കെ നിൽക്കുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടേച്ച് ഇനി അടുക്കളയിലോട്ട് കയറാനായിട്ട് തുടങ്ങുവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ അതിൻ്റെ എല്ലാവരെയൊക്കെ ഒന്ന് വിളിക്കണം. അത് കഴിഞ്ഞ് വേണം നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിനുള്ള സംഭവമൊക്കെ പറിക്കാനായിട്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഞാനത് എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുത്തതിന് ശേഷം ഇറങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അച്ഛനെ കൂടെ കൊണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഇലകളൊക്കെ പറിക്കുമ്പോഴത്തേക്ക് അവളെയും കൂടെ കൂട്ടുവേ. എന്നാന്ന് ചോദിച്ചാൽ അവളും കൂടി ഇത് എന്നാന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പം ഇതാണ് നമ്മുടെ തലമുടിയെ പരട്ടാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ പേരെന്നാന്ന് ചോദിച്ചാൽ പാടത്താളി എന്ന് പറയും. ഇത് കട്ട പിടിച്ചിരിക്കുന്നൊരു സംഭവമാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരുപിട്ടവർക്കൊക്കെ അറിയായിരിക്കും, പഴയ ആൾക്കാർക്കൊക്കെ അറിയാവുന്നൊരു സാധനമാണ് ഇത്. നമ്മുടെ ഇത് ഇങ്ങനെ ഇത് നല്ലപോലെ ഞെരടി ഇതിൻ്റെ നീരെടുത്തേച്ച് നമ്മളൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഇലയിലോ ഇങ്ങനെ ഒഴിച്ചാൽ അതവിടെ കിടക്കും. പെട്ടെന്ന് അത് ജെല്ലാകും കേട്ടോ. ഒത്തിരി താമസമൊന്നുമില്ല, പെട്ടെന്ന് ജെല്ലാകും. ഇപ്പോൾ വെള്ളം ചേർക്കാതെയും കൂടെ നമ്മൾ എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ജെല്ലാകും. അപ്പോൾ അത് നമ്മുടെ കണ്ണിൻ്റെ പുറത്തൊക്കെ വെച്ചാൽ കണ്ണിനൊക്കെ നല്ല ഇതാണെന്നാണ് പറയുന്നത്, കുളിർമയാണെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ പുറത്ത് അങ്ങനെ വെച്ചിട്ടില്ല, പക്ഷേ തലയിൽ തേച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല സാധനമാണ്. തലമുടിയിലെ താരന് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ എല്ലാം മാറാനായിട്ട് ഏറ്റവും നല്ല ഇതാണ്. മുടി വളരാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ
ഇവിടെ കുറേയുണ്ട്. അപ്പോൾ ഇത് മുയൽ ചെവിയനാണോ എന്ന് ചിലപ്പോൾ ചിലർ ചോദിച്ചൊക്കെ. എനിക്കൊന്ന് മുയൽ ചെവിയൻ ഇങ്ങനെ അല്ല ഇരിക്കുന്നത്. മുയൽ ചെവിയൻ്റെ ഇലയ്ക്ക് ഇച്ചിരി കൂടെ കട്ടിയുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് പാടത്താളി എന്ന് പറഞ്ഞാൽ വലിയ കട്ടിയില്ലാത്ത ഇലയാണ്. അപ്പോൾ ഇത് ഞാൻ പറിച്ച് ഇനി ഇതെല്ലാം ഒന്ന് അരച്ചൊക്കെ എടുക്കാനായിട്ട് തുടങ്ങാണ്. അപ്പോൾ ഞാനിത് നമ്മുടെ തൊട്ടടുത്ത് വീടിൻ്റെ കയ്യാലേ നിൽപ്പുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിത് പറിച്ച് കളയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു പറിച്ച് കളയല്ലേ, എനിക്ക് വേണമെന്ന് പറഞ്ഞ് നിർത്തിയേക്കുന്നതാണ്. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക്. അപ്പോൾ ഇതുണ്ടോ അച്ചു കൊണ്ട് എൻ്റെ കൂടെ പാടത്താളിയൊക്കെ പറിക്കാനായിട്ട്. പാടത്താളി എല്ലാം പറിച്ച് നല്ല പോലെ കഴുകി കേട്ടോ. എല്ലാം പറിച്ചുകൊണ്ട് വന്ന് നല്ലപോലെ കഴുകി, മഴയൊക്കെ പെയ്തേക്കുന്നുണ്ടല്ലോ, മണ്ണൊക്കെ തെറിച്ച് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഈ സംഭവം. അപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം ചുക്കിലിയും പ്രാണിയും എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുവാണ്. ഇതിനി നിങ്ങൾക്ക് കല്ലേലിട്ട് അരച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഇത് മിക്സിയിലിട്ട് എടുക്കുന്നത്. മിക്സിയിലിട്ടൊന്ന് അരച്ച് എടുത്തേച്ച് അരിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് അരച്ച് കേട്ടോ. അരച്ച് നമ്മൾ അന്നേരം തന്നെ ഇത് അരിച്ചെടുത്തോണം, ഇല്ലെങ്കിൽ ഇത് കട്ടിയാകും. അപ്പം ഇതിനകത്ത് നമുക്ക് ഈ തലയെ പറ്റുമ്പോഴത്തേക്ക് അരിച്ചെടുക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ നാരെല്ലാം കൂടെ മുടിയിലോട്ടങ്ങ് ആകും. അതുകൊണ്ടാണ് അരിച്ചെടുക്കാൻ പറയുന്നത്. അരച്ച് വെച്ച് ഇത് കല്ലിൽ അരച്ചെടുക്കുവാണെങ്കിൽ നല്ലപോലെ അരിഞ്ഞ് കിട്ടും കേട്ടോ. ഇതിലേക്ക് ഒരു ഇച്ചിരി കൂടെ ഒന്ന് വെള്ളം ചേർത്ത് നല്ലപോലെ മുഴുവൻ ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയതിന് ശേഷം അരിച്ചെടുക്കട്ടെ. ഇതേണ്ട നമ്മളിത് മുഴുവനും ഇപ്പോൾ എടുത്ത് ഇതിൻ്റെ പിശുട് മാത്രമേ ഉള്ളേ. ഇനി എൻ്റെ കൈ ഒന്ന് കഴുകിയിട്ട് വരട്ടെ. ഇത് കണ്ടോ, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം ഇതിനി നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വെച്ചാലും മതി കേട്ടോ. ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കാം, അതിൽ നിങ്ങളെ കാണിക്കാൻ എളുപ്പമുണ്ടല്ലോ. പെട്ടെന്ന് ഇത് ജെല്ലാകും കേട്ടോ, പെട്ടെന്ന്. താമസമൊന്നുമില്ല. ഇതിനകത്തിട്ട് വേറെ പ്രത്യേകിച്ച് ഒരു സാധനവും ചേർക്കണ്ട കേട്ടോ. ഇതിനി ഒന്ന് സെറ്റാകട്ടെ. ഇത് കണ്ടോ, ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കാമെന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇത് കണ്ടോ, ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണ്ടോ, അത് നിറച്ചും ഇങ്ങനെ പച്ച കളറായിരുന്നു. അത് ആ ജെല്ല് മാത്രമായിട്ട് അത് സെറ്റ് ആകുന്നതിൻ്റെയാണ്. ഇത് കണ്ടോ, അടിയിലോട്ട് വെള്ളവും മേളിലോട്ട് ജെല്ലും കൂടെ. നമുക്കിത് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം കേട്ടോ. പക്ഷെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഇത് അരിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. ഒട്ടും വെള്ളം ചേർക്കാതെ എടുത്തു കഴിഞ്ഞാൽ അരയാനും പാടാണ്. ഇല കിടന്ന് കറങ്ങി കിടക്കത്തേ ഉള്ളൂ. നല്ലപോലെ നരച്ചെടുക്കണമെങ്കിൽ ഒരു ശകലം വെള്ളം ചേർക്കണം. അപ്പോൾ ഇനി നമുക്കിത് ജെല്ലായതിന് ശേഷം തലയിൽ പറ്റുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. ഒത്തിരി എണ്ണയൊന്നും തലയിൽ പറ്റണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് തല എണ്ണ പറ്റിയാൽ മതി. ഭയങ്കരമായിട്ട് നമ്മൾ മറ്റ് ജെല്ലൊക്കെ തേക്കുന്ന പോലെ, ഒരു പായ്ക്കൊക്കെ തലയിടുന്ന പോലെ ഒരുപാട് എണ്ണയൊന്നും തേക്കേണ്ട, ചെറുതായിട്ടൊന്ന് എണ്ണ തല തേച്ചാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തലയിൽ പറ്റാനുള്ള നമ്മുടെ താളി എടുക്കാം. നമ്മുടെ പാടത്താളിയൊക്കെ സെറ്റാക്കി വേണ്ട. ഇത് കണ്ടോ, ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇതിനകത്തൊരു ശകലം വെള്ളം ഞാൻ ചേർത്തേക്കുന്നതുകൊണ്ട് ഇത്രയും ലൂസായിട്ടിരിക്കുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഇത്രയും ലൂസാകത്തില്ല, കട്ടിയായിട്ടിരിക്കും കേട്ടോ. ഭയങ്കര തിക്കായിട്ടുള്ള ജെല്ലായിട്ടിരിക്കുന്നതാണ്. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ ഈ ഗ്ലാസ്സിലോട്ട് നോക്കിയത് കണ്ടോ, ഇങ്ങനെ ഒഴിച്ച് വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിലൊരു ശകലം വെള്ളം ഇങ്ങനെ അതിനകത്ത് അരച്ചെടുത്തതിൻ്റെ ഒന്ന് കിടക്കും. നമുക്ക് വേണ്ട ഇത് കണ്ടോ, ജെല്ല് മാത്രമായിട്ട് മേളിൽ നിന്ന് കോരിയെടുക്കാം. പിന്നെ നമുക്ക് തലയിൽ പുരട്ടായത്. ഇതിനി കുറേശ്ശെ ഒരു സ്പൂണിലോ അല്ലെങ്കിൽ കൈ കൊണ്ടാണേലും നമുക്ക് തേക്കാം കേട്ടോ. നല്ല തണുപ്പാണേ. തണുപ്പുണ്ടോ വെച്ചു? തണുപ്പുണ്ടോ? നല്ല സുഖമല്ലേ? ഇതിപ്പോൾ ഇച്ചിരി വെള്ളം ചേർത്തുകൊണ്ടാണ് കേട്ടോ, ഞാൻ വീണ്ടും പറയുന്നത്. ഇച്ചിരി വെള്ളം ചേർത്തെടുത്തേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുമാതിരി ജെല്ല് പോലെ ഇരിക്കും, തെന്നി പോകും. അപ്പോൾ ഇതിങ്ങനെ മുഴുവനും തല പുരട്ടിയതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തലമുടി നല്ലപോലെ ഒന്ന് കഴുകാം. മുടി പൊഴിച്ചൽ, താരൻ, മുടി വളർച്ചയ്ക്ക് എല്ലാം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തലമുടിയെ നല്ലപോലെ തേച്ചെടുക്കട്ടെ. ഞാൻ ആദ്യം സ്പൂൺ കൊണ്ടൊക്കെ എടുത്തിട്ട്, പക്ഷേ കൈ കൊണ്ട് തേക്കാൻ എനിക്ക് ഇച്ചിരി എളുപ്പമായിട്ട് തോന്നിയത്. തലമുടി നമുക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാൻ പറ്റും. അച്ഛൻ്റെ തല ഞാനിങ്ങനെ എല്ലാ ഇതും ടിപ്സും ചെയ്യാറുണ്ട് കേട്ടോ. കാര്യം മുടി വളർച്ചയ്ക്കുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ റിസൾട്ട് കിട്ടാറുമുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ തല നിങ്ങൾ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും. എൻ്റെ തല ഞാൻ ചെയ്യാറില്ല, സത്യം പറഞ്ഞാൽ. എനിക്കാരുമില്ല ചെയ്ത്. നിനക്ക് തോന്നണം. ഞാൻ എന്തേലും ഒരു പായ്ക്കുണ്ടാക്കിയുണ്ടല്ലോ, അത് അവളുടെ തലയിലാണ് മുഴുവൻ ചെയ്യുന്നത്. പിന്നെ അവൾക്ക് സമയമുണ്ട്. നേരത്തെയൊക്കെ എനിക്കെന്നാൽ പിന്നെയും തേച്ച് തരുമായിരുന്നു. ഇപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മഴയാകും. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ. പിന്നെ രാവിലെ ഇവിടെ എണീക്കുന്നതിന് എൻ്റെ കുളി കഴിയും.
അപ്പം അങ്ങനെ തലയിൽ മുഴുവനും ഞാൻ പായ്ക്ക് എന്നിട്ട് സ്കാൽപ്പിലാണ് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത്. തേച്ച് കൊടുത്തതിന് ശേഷം മുടി വാരിക്കെട്ടി വെക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് തല കഴുകുക. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ താളിയുടെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ബാക്കിയും കൂടെ തേക്കുന്ന ഇനിയിപ്പോൾ അങ്ങ് ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്ന് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മുടി പൊഴിച്ചിലുള്ളവർക്ക്, തല താരനുള്ളവർക്ക് എല്ലാം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നമ്മുടെ പറമ്പിലും ഒക്കെ ഉള്ളൊരു സാധനമാണ് താളി എന്ന് പറഞ്ഞാൽ. ഈ പാടത്താളി എന്ന് പറഞ്ഞാൽ മുയൽ ചെവിയനല്ല കേട്ടോ. മുയൽ ചെവിയൻ്റെ ഇലയ്ക്ക് ഇച്ചിരിയും കൂടെ കട്ടിയുണ്ട്. അതിങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, താളിയായിട്ട് എടുക്കാൻ പറ്റത്തില്ല. പാടത്താളിയുടെ ഇലയ്ക്ക് വലിയ നമുക്ക് കയ്യിലിട്ട് ഞെരടുമ്പോൾ അറിയാം. ഈ പാടത്താളിയുടെ ഇതെന്ന് പറയുമ്പം ഒരുമാതിരി ജെല്ല് പോലെ ഇരിക്കും. മറ്റേ മുയൽ ചെവിയൻ്റെ ഇലയെന്ന് പറഞ്ഞാൽ അതിന് ജെല്ലില്ല. അതങ്ങ് കയ്യിലിട്ട് നമുക്ക് ഞെരടുമ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഞാനും നേരത്തെ ഈ മുയൽ ചെവിയനും പാടത്താളി, പാളയല്ല കേട്ടോ, പാടത്താളി ഒന്നാണെന്നും പറഞ്ഞായിരുന്നു ഇരുന്നത് കേട്ടോ. രണ്ടും രണ്ടാണ്. ഞാൻ അതിൻ്റെ ഇല തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഞാൻ തന്നെ എടുത്ത് കയ്യിലിട്ട് ഞെരടിയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ഇനി കുറച്ച് നമ്മുടെ പൊങ്കാലയുടെ സംഭവമൊക്കെ ഉണ്ട്. വിറകെല്ലാം ഇനി എല്ലായിടത്തൊന്ന് അടുക്കിയൊക്കെ വെക്കണം. മഴക്കാറൊക്കെ നല്ല പോലുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് സെറ്റാക്കലും ഒക്കെ ആയിട്ട് ഇനി ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അച്ചു തല കഴുകി കുളിക്കും. അപ്പോൾ നമ്മുടെ തലയിലെ താളിയെല്ലാം തേച്ചെല്ലാം കഴിഞ്ഞു. ഇത് നമ്മുടെ പൊങ്കാലയ്ക്കുള്ള വിറകൊക്കെ ഒന്നും കൂടെ വെയിലത്തിട്ട് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കുവാണ് നാളത്തേക്കുള്ളത്. അപ്പോൾ ഇനി എടുപ്പതും പണികളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. നമ്മുടെ വീഡിയോയ്ക്ക് അവസാനിപ്പിക്കാൻ സമയമുണ്ട്. അടുത്ത വിശേഷങ്ങളായിട്ട് ഇനി വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം.